ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു മാറ്റർ നിങ്ങളുമായിട്ടൊന്ന് എൻ്റെ ഒപ്പീനിയൻ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുന്നത് ടോണി അച്ചായൻ്റെ ചാരിറ്റി ചാരിറ്റി സീക്രട്ട് ഏജന്റ് കൈയോടെ പൊക്കിയതുമാണല്ലേ. നമുക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. അതാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോണത് കേട്ടോ. നമുക്കാദ്യം ടോണി അച്ചായനെ കുറിച്ച് പറയാം. ടോണി അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബ്രാൻഡായിട്ട് സെൽഫ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഗോൾഡിന്റെ ബിസിനസ്സാണ്. ഇപ്പോൾ അച്ചായൻസ് എന്ന് പറയുന്ന ഷോറൂം 40 ഷോറൂം ഈ റീസെൻ്റ്ലി പുള്ളി ഓപ്പൺ ചെയ്തു. അന്നേരം പുള്ളി ജനങ്ങൾക്ക് മുന്നിലോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഓരോ ഷോപ്പിനും ഓരോ വീട് വെച്ചിട്ട് ചാരിറ്റി ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, അല്ലേ? ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ചാരിറ്റി പലപ്പോഴും ടി വിയിലൊക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അതിന്റെ കാര്യം വേറൊന്നുമല്ല. പുള്ളിയുടെ ഒരു റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും ഇങ്ങനെ വരും. ഭയങ്കര സിനിമാ സിനിമനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് പുള്ളി. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തെറ്റായിട്ടല്ല, എനിക്ക് ആദ്യം ചിരി വന്നു. പിന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് ഒരാൾ ഉണ്ടാക്കിയതിന് ശേഷം, അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഉണ്ടാക്കിയതിന് ശേഷം അത് കസ്റ്റമറായിട്ടുള്ള ലാസ്റ്റ് കസ്റ്റമറിലോട്ട് എത്തുമ്പോൾ ഏകദേശം 60% എന്തുണ്ടാവും, അതിന് എക്സ്പെൻസ് ഉണ്ടാവും. 40%ആണ് ആ കമ്പനിക്ക് ആ പ്രൊഡക്റ്റിന്റെ ലാഭവും കൂടി കൂടിയിട്ടുള്ളൊരു മാർജിൻ എന്ന് പറഞ്ഞാൽ. ബാക്കി 60% അഡ്വർടൈസ്മെന്റ്, ബാക്കി കാര്യങ്ങൾക്കാണ് പോകുന്നത്. അതായത് ഇതിന്റെ ഇടയിൽ കുറെ അധികം റീറ്റെയിൽസ്, ഹോൾസെയിൽ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും ടോണി അച്ചായ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമാനായിട്ടുള്ളൊരു കുറുക്കൻ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം മലബാർ ഗോൾഡ്, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഷോറൂമുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവര് വിദേശത്തും അതേ ഒരു കാര്യം ചെയ്യുന്നവരുമാണ്. സോ ഇവിടെ വലിയൊരു പരസ്യത്തിലൂടെ ടോണി അച്ചായൻ എന്ന വ്യക്തിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുറേ പൈസ മുടക്കി ചെയ്യേണ്ട ഒരു കാര്യത്തെ പുള്ളി തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറ്റിയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി അതായത് ടോണി അച്ചായൻ, ഞാൻ പുള്ളി എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും വിചാരിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് വീഡിയോ അതിൻ്റെ പേരിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ഈ ടോണി എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്ന കാര്യം, ടോണി എന്താ ചെയ്യുന്നത്, ആളുടെ കമ്പനിയാണ് ഈ അച്ചായൻസ്, അല്ലേ? ഇതിന് മാർക്കറ്റിംഗ് വേണം. ഒരു ഇനാഗ്രേഷന് പോലും ഒരു സെലിബ്രിറ്റീനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊന്നും. 2, ഇത് ടി വിയിലെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോം വഴിയായിട്ടാണെങ്കിൽ ഇവർക്ക് എത്ര ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഈ എമൗണ്ടാണ് ഈ പുള്ളി ഇവിടെ ചെലവഴിക്കുന്നത്. അങ്ങനെ ചെലവഴിക്കുമ്പോൾ അവിടെ ഒരു പ്ലസ്സും കൂടി കിട്ടുകയാണ്. കാരണം മറ്റേ കമ്പനികളുടെ ഒന്നും ഈ ഉടമ അത്ര ഫേമസ് ആവില്ല. അവരാകുന്നത് ആ കമ്പനി അത്രത്തോളം ഹൈയിലോട്ട് എത്തുമ്പോൾ അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണ് അവർ ആ ഒരു ജനങ്ങളിലോട്ട് എത്തുന്നതെങ്കിൽ, ഇവിടെ ഇവിടെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ അത്രയധികം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, സ്വയം തന്നെ ബ്രാൻഡാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ടോണി എന്നുള്ളൊരു പേര് പുള്ളി യൂസ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമായിരിക്കുള്ളൂ. പക്ഷെ അച്ചായൻ 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 എന്നുള്ള സാധനം ഒരു 5 മിനിറ്റുള്ളൊരു വീഡിയോയിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് കേൾക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ, ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം, നമ്മുടെ ഉള്ളിലോട്ട്. അത് 5 മിനിറ്റുള്ളൊരു വീഡിയോ കണ്ടാൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്തു നോക്കി, ഒരു 10 മിനിറ്റുള്ള വീഡിയോ 5 മിനിറ്റ് കണ്ടിട്ട് സ്കിപ്പ് ചെയ്താൽ പോലും അദ്ദേഹം അച്ചായൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ഉള്ളിലോട്ട് രജിസ്റ്റർ ആകത്തക്ക രീതിയിൽ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് ആണ് സ്വയം മാർക്കറ്റ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റിന് കൊടുക്കേണ്ട പൈസ ചാരിറ്റി എന്ന് പറഞ്ഞ ലേബലിൽ സമൂഹത്തിലോട്ട് എത്തിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു കാര്യം നടക്കുന്നുണ്ട്. കാരണം ഉറപ്പായിട്ടും ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കുറെ അധികം വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. വീട് വെക്കുന്ന വീഡിയോസിനേക്കാൾ ഉപരി ഞാൻ ഈ ജപ്തിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ വരും. എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അവരുടെ വീട്. ആ വീട് കൈവിട്ട് പോകാൻ നിൽക്കുന്ന അവസ്ഥേനകത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി കൊള്ള നടത്തിയിട്ടാണെങ്കിലും ആ ഒരു ഫണ്ട് അവിടെ ചെലവഴിക്കാൻ കാണിക്കുന്ന ആ മനസ്സിന് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നെഗറ്റീവ് ഞാൻ പറയില്ല. കാര്യം നമ്മളിവിടെ എത്ര ഇതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടല്ലേ ഇത് ചെയ്തിട്ടല്ലേ നിങ്ങൾ അവരെ യൂട്ടിലൈസ് ചെയ്തിട്ട് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് കുറെ പേർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. ഞാൻ ആ വ്യക്തിനെ എതിർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമാറ്റിക് സ്ക്രിപ്റ്റ് അതിനെ വെല്ലുന്ന നമ്മൾ ഈ ചില ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ എന്താ അതിന് വേറെ വാക്കൊക്കെ പറയാം, അങ്ങനത്തെ ഷോർട്ട് ഫിലിമൊക്കെ ഈ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും കണ്ടു പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു ഭാഷയാണ് ആ പുള്ളി ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ഒരു നോർമലി ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിരിക്കും തോന്നുന്നു. കാരണം ഇത് പുള്ളി കുറച്ച് പൊട്ടിയൊക്കെ ഇട്ട് അച്ചായൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ ഡയലോഗ് ഇറക്കുന്നുണ്ട്. അത് നിർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് നാൾ നമുക്ക് ആ വീഡിയോ ഇങ്ങനെ കാണാൻ തോന്നുന്നില്ല. കാരണം അതൊരു ഇറിറ്റേഷനായിട്ട് മാറും. ഇതൊരു പ്രാഞ്ചിയേട്ടൻ മോഡലാണെന്ന് ഓരോ വ്യക്തിക്കും തോന്നുന്ന രീതിയിലാണ് ആ ആക്ടിങ് പോകുന്നത്. അപ്പോ ഇതാണ് ഈ ആളുടെ ടോണിനെ കുറിച്ച് പറയാനുള്ളത്. ടോണിയുടെ പണി പാളിയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലൈഫ് മിഷൻ പദ്ധതി വഴി കാട്ടാക്കടയിലുള്ള തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള ഒരു ചേട്ടനും ഒരു ചേച്ചിക്കും ഭാര്യയും ഭർത്താവുമാണ് അവര് ആളുടെ കാല് കുറച്ച് വയ്യാണ്ടിരിക്കുക. അപ്പോൾ അവര് ഈ ടോണി അച്ചായന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി പണി കഴിച്ചു കൊടുത്തതെന്നും പറഞ്ഞിട്ട്. അതായത് മാർബിൾ ഇട്ട വീട്ടിനകത്ത് ടോണി വരികയും അവിടെ പാല് കാച്ചൽ നടത്തുന്ന ഒരു സിറ്റുവേഷനും ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനും അത് കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് ഈ നമ്മുടെ ആങ്കറായിട്ടുള്ള രജനീഷ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് അതിനൊന്ന് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് അത്. അതിന്റെ ഭാഗമായിട്ട് ഈ ചേട്ടനും ചേച്ചിയുടെയും വീട്ടിൽ തന്നെയാണ് പോകുന്നത്. അവർ ആ സമയത്ത് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൊണ്ടിട്ടാണ് ഈ വീട് വെച്ചതെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, ഈ ചേട്ടനും ചേച്ചിക്കും അത് വരുമാനമൊന്നുമില്ല, മക്കളൊന്നുമില്ല, ആളുടെ കാലിന് വയ്യാത്തതാണ്, ചേച്ചിക്കും അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഇവർക്കിനി പണിയെടുത്ത് വലിയ രീതിയിലൊന്നും ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ പണിയെടുത്തിട്ട് ഒരു വീട് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടൊക്കെ ജീവിച്ചു പോകാനുള്ള സിറ്റുവേഷനൊന്നും അല്ല അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം. സോ അങ്ങനെ ആ വ്യക്തികളുടെ ഒരു അവസ്ഥേനെ ചൂഷണം ചെയ്തൊന്നല്ല, ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളും യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം എത്ര രൂപ കിട്ടും എന്നുള്ളത്. ഒരു 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഈ 5 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു വീടിന്റെ 460 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ള ഒരു വീടിന്റെ പണി കംപ്ലീറ്റ്ലി കഴിയില്ല. കാരണം ലൈഫ് മിഷൻ വഴി കുറെ നാളുകൾക്കുണ്ട്. അത് ഗവൺമെന്റ് ഒരു പദ്ധതി വഴിയായിട്ടുണ്ട്, ലൈഫ് മിഷൻ അല്ല. എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്കൊരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് വാർക്ക കഴിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ജനൽ വെക്കും, ഒരു ഫ്ലൈവുഡിന്റെ വാതിലും വെക്കും. പക്ഷെ ഈ ജനലിൽ നമുക്ക് പലപ്പോഴും ജനൽ പാളി, അതായത് വിൻഡോ ശരിക്കും വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഫ്ലോറ് നമ്മൾ പരിക്കം മാത്രം ഇട്ട് തീർക്കുക. ഞാൻ പല വീടുകളും ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ, പരിക്കം മാത്രം ഇട്ടിട്ട് ഇത് മിനുസപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു എമൗണ്ട് ആണ് അവരുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള വീടുകൾ സ്റ്റിൽ ആ അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ടോണി ആ അവസരം മുതലെടുക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയാല്ലേ. കാരണം അവർക്ക് ആ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ടൈലിട്ട് ഫുള്ള് തേച്ചെടുത്ത് ഒരു വീടാക്കി മാറ്റാൻ ആ പൈസക്ക് അവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ഒരു 4.5 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും ആ ചേട്ടനും ചേച്ചിയും താമസിക്കുന്ന വീടിനകത്ത് ഇന്നത്തെ അവരുടെ ജീവിത സാഹചര്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ രണ്ട് വ്യക്തികളും ചെയ്തത്. പക്ഷെ ടോണി അത് തന്റെ മാത്രം ഒരു ക്രെഡിറ്റിലോട്ട് മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ പറയാണ്ട് അത്
കൃത്യമായിട്ട് ലൈഫ് മിഷൻ വഴി കിട്ടിയ ഒരു വീട് ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിന്റെ കംപ്ലീറ്റ് പണി കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ ഈ ഫുൾ ക്രെഡിറ്റും എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ദോഷം ചെയ്യും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ തെറ്റാണെങ്കിൽ അത് പൊങ്ങി വരും. നിങ്ങളെ ഇപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സീക്രട്ടായിട്ട് എല്ലാവരുടെയും മുന്നിലോട്ട് ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ ഞാൻ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ കണ്ടു. സീക്രട്ട് ഏജന്റ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറകേനകത്ത്. കാര്യം പുള്ളി ഇതിനകത്തോട്ട് ഒരു മെസ്സേജ് നമുക്ക് തരുന്നുമുണ്ട്. പക്ഷെ സീക്രട്ട് ഏജന്റിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഒരുപാട് വീഡിയോ ചെയ്ത് ഈ ചെയ്യുന്ന ആളുടെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് 100 പേരായിരിക്കാം, പക്ഷെ 100 പേരുടെ വീടുകൾക്ക് അതൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അതിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലോട്ടുള്ള പ്രവർത്തനത്തിലോട്ട് ദയവ് ചെയ്ത് പോകരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഇല്ല. കാരണം നിങ്ങൾക്ക് നഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ റവന്യൂ കിട്ടും. റവന്യൂ കിട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ചിലപ്പോൾ ചാരിറ്റി ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഈ ഒരു സ്കെയിലിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു കാര്യം ജനങ്ങളോട്ട് എത്തിക്കുമ്പോഴും അതിൻ്റെ നല്ല വശത്തെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മോശം വശം പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് ഇത്രയും ചെയ്തിട്ട് ഒരു മോശം കാര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചതിനെ അതിനെ ആ ഒറ്റ തെറ്റ് കൊണ്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചീത്തയാണെന്ന് കംപ്ലീറ്റ്ലി വരുത്തി തീർത്ത് അതിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നഷ്ടം ഇനിയും അതിന്റെ ഉപഭോക്താക്കളായി മാറാൻ കുറെ അധികം ജനങ്ങളുണ്ട്. അത് വീടായിക്കോട്ടെ, ജപ്തിയിൽ നിന്നായിക്കോട്ടെ, പഠനത്തിന് വേണ്ടി ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയെങ്കിലും ആയിക്കോട്ടെ. ജീവിതത്തിന്റെ വഴിമുട്ടിയ അവസ്ഥയിനകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് കൈത്താങ്ങായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഒരുപാട് പേർക്ക് താങ്ങും തണലുമാണ്. അതിനില്ലാണ്ടാക്കുന്ന രീതിയിലോട്ടുള്ള വീഡിയോസ് ദൈവത്തെ ഓർത്ത് ഞാൻ ബാക്കി യൂട്യൂബേഴ്സിനോടുകൂടി പറയണം. നിങ്ങൾ ആ തെറ്റുകൾ കണ്ടെത്തി തെറ്റുകളെ വിലയിരുത്തുക. പക്ഷെ ആ തെറ്റുകളെ വിലയിരുത്തുമ്പോൾ ചെയ്ത നല്ലതിനെ കണ്ടില്ല എന്ന് വെക്കരുത്. അതും കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാം. പലപ്പോഴും ഇത് കാണുമ്പോൾ ഇനി ഈ പരിപാടി പുള്ളി ചെയ്യണ്ട, അല്ലെങ്കിൽ പുള്ളിനെ പക്ക ഒരു ഉടായ്പായിട്ട് മാറ്റിയൊരു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ എനിക്കില്ല, സീരിയസ്ലി ഇല്ല. കാരണം അത് അയാളുടെ തന്ത്രമാണ്, അത് അയാളുടെ ബിസിനസ് മൈൻഡാണ്. താൻ മറ്റൊരു സ്ഥലത്ത് കൊടുക്കേണ്ട പൈസ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു, അതും തന്നെ ബ്രാൻഡാക്കിക്കൊണ്ട് ജനങ്ങളോട് എത്തിക്കുന്നു വെച്ചാൽ അയാളുടെ ബ്രില്യൻസ് ആണ്. ആ ബ്രില്യൻസ് നമ്മൾ കൈയടിക്കാം. കാരണം അത് ചിലപ്പോൾ ഒരു കല്യാൺ സിൽക്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറിയുടെ ഒക്കെ ഒരു വീഡിയോക്ക് പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മേടിക്കുന്ന പ്രതിഫലം അത് ടി വിയിൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മുന്നിലോട്ട് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് ജനങ്ങളോട് എത്തിക്കാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇവിടെ ഉപകാരം ഉണ്ടാവും. അങ്ങനെ എല്ലാ ആൾക്കാരും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയോ ജനങ്ങൾ ഇന്നും ജപ്തിയിലും ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ ഒന്ന് കൈപിടിച്ചാൽ ചിലപ്പോ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഒരു കൈത്താങ്ങാവുന്ന എത്രയോ കുടുംബങ്ങൾക്ക് അത് ഉപകാരമാവും. സോ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി കളയത് തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. സോ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.